കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമം മഹത്വമെടുക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തുതി. ഹല്ലേലൂയ. നാം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നവരാകണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മുടെ സ്വത്തോ നമ്മുടെ ഭൂമിയോ നമ്മുടേതായ ഏതെങ്കിലും സമ്പത്തുകളോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. കാരണം ദൈവം സർവ്വസമ്പന്നനാണ്. പക്ഷെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിലതെല്ലാം ഉണ്ട്. എന്താണ്? ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദിയുള്ള ഹൃദയം, ഒരു എളിമയുള്ള ഹൃദയം. കർത്താവിന് സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഹൃദയം, ഒരു ജീവിതം. മാത്രമല്ല, നാം ദൈവത്തിന് എപ്പോഴും ആരാധന അർപ്പിക്കുന്നവരായിത്തീരണം. സ്തുതി സ്തോത്രങ്ങളും ഹല്ലേലൂയയും ചേർന്നുള്ള ആരാധന, ദൈവത്തിന് മഹത്വം കരയേറ്റുന്നവരായി നാം തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്ക് എത്ര വലിയ അനുഗ്രഹങ്ങൾ ദൈവം തരുമ്പോഴും നാം നന്ദിയുള്ളവരാകണം. ഒരിക്കൽ കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. പക്ഷേ അത് 10 പേരും മുന്നോട്ട് പോയി. പക്ഷേ ഒരാൾ നേരെ തിരിച്ചു വന്നു. കർത്താവ് നന്ദി കരയേറ്റി. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ അന്യജാതിക്കാരനായ ഒരാളല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങുന്നവരായി ആരെയും കാണുന്നില്ലല്ലോ. 9 പേരും അനുഗ്രഹം പ്രാപിച്ചു. ഇന്നും അത് തന്നെയാണ് കാണുന്നത്. ജനത്തിന് അനുഗ്രഹം വേണം. എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയേ കഴിയൂ. രോഗം മാറണം, കടം മാറണം, ഞെരുക്കം മാറണം, വീട് വേണം, വാഹനം വേണം, ആരോഗ്യം വേണം, ഒക്കെ ആവശ്യമാണ്. തെറ്റൊന്നുമല്ല പ്രിയരെ, എല്ലാം വേണം. നല്ലത്. പ്രാർത്ഥിക്കൂ, പ്രാപിക്കൂ. പക്ഷേ ഇതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്ദിയുണ്ടോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അല്പം ലഭിക്കുമ്പോൾ ആ അല്പത്തിനുള്ള ലഭിച്ചതിനുള്ള നന്ദി നാം കരയേറ്റുമ്പോഴാണ് വലിയ നന്മ നമ്മുടെ മേൽ പകരുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലഭിച്ചതിന് നന്ദി കരയേറ്റുമ്പോഴാണ് ലഭിക്കാൻ പോകുന്ന നന്മയുടെ വലിയ വാതിൽ തുറക്കുന്നതെന്ന്. ഇന്ന് പക്ഷേ മനുഷ്യർ പലരും ലഭിച്ചതിന് തൃപ്തിയില്ലാതെ, നന്ദിയില്ലാതെ, ദൈവത്തോട് കടപ്പാടില്ലാതെ ജീവിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഉയർച്ചയും വളർച്ചയും ലഭിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഒരു വലിയ ആത്മീയ മർമ്മമാണ്. സാഹചര്യവശാൽ പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, പോകട്ടെ, ഏലീശയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്. ഏലീശ ചെയ്ത ഒന്നാമത്തെ അത്ഭുതം, യെരിഹോ പട്ടണത്തിൽ വെള്ളം ചീത്തയായിരുന്നു, അത് ഗർഭനാശകമായിരുന്നു. പക്ഷേ ജീവനദൈവം ഏലീശയിലൂടെ പ്രവർത്തിച്ച് എന്നേക്കുമായ വെള്ളത്തെ പഥ്യമാക്കി. അവിടെ പിന്നെ ഒരിക്കലും ഗർഭനാശം വന്നിട്ടില്ല. അത് ദൈവം പ്രവർത്തിച്ചാൽ പ്രവർത്തിച്ചതാണ്. മകനെ, നിന്റെ ജീവിതത്തിലെ അല്പം ദൈവം പ്രവർത്തിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. അതിന് മാറ്റമില്ല. ദൈവം ഏത് അത്ഭുതം പ്രവർത്തിക്കും. ഇതുവരെയുള്ള മോശമായ കാര്യങ്ങൾ മാറ്റി നന്മ കൊണ്ട് തന്നെ നിറയ്ക്കാൻ ജീവന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിൻ്റെ രക്തത്താൽ വിടുതലുണ്ടല്ലോ. പാട്ടുകാരൻ പാടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഒരു പാവം വിധവ. ഭർത്താവ് ഉണ്ടായിരുന്നു, എപ്പോൾ മരിച്ചുപോയി. 2 മക്കളുമുണ്ട്. മാത്രമല്ല, അവൾക്ക് തലയിലൊരു ചുമടായി കടഭാരം. ഇന്ന് കടഭാരം വലിയൊരു ചുമടാണ്. മനുഷ്യനെ താഴ്ത്തിക്കളയുന്ന വലിയൊരു ചുമട്. കടമെടുക്കാതെ പല കാര്യങ്ങളും നടക്കുകയില്ല. ശരിയാണ്, ബിസിനസ് നടക്കണമെങ്കിൽ കടമെടുക്കണം, ലോൺ എടുക്കണം, നല്ലൊരു വീട് പണിയാൻ ലോൺ എടുക്കണം, വാഹനമാണെങ്കിൽ ലോൺ വേണം. പക്ഷേ ഇതും നമ്മെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. ഒരുപക്ഷെ നാം അനുവദിച്ചൊന്നും ആയിരിക്കില്ല കടം നമ്മുടെ മേൽ വരുന്നത്. പക്ഷേ നാം വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാൻ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്, എടുക്കുന്ന ആളുമാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ശ്രദ്ധ കൊണ്ടാണെന്നൊന്നും അവകാശപ്പെടുകയല്ല. പക്ഷേ ഞാനിരുന്ന് കണക്ക് കൂട്ടാറുണ്ട്. കർത്താവേ, ഇത്ര ലോൺ എടുക്കാൻ എനിക്കുണ്ടോ? ലോൺ എടുത്തിൻ്റെ കാര്യം ചെയ്യണമോ? ലോൺ എടുത്ത പൈസ വകമാറ്റാതെ അതിനുവേണ്ടി മാത്രം ചിലവഴിക്കണം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ ടൂർ പോവുകയോ വേറെ വരുമാനം ലഭിക്കാത്ത ഒരു കാര്യത്തിന് ഉപയോഗിക്കരുത്. വകമാറ്റി ചിലവഴിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു മണി മാനേജിങ് സിസ്റ്റം വേണം. ഞാൻ പറയട്ടെ, ഇതൊന്നും ഇപ്പോൾ പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. സാഹചര്യവശാൽ ഞങ്ങൾ പറഞ്ഞു പോകുന്നു. നമുക്കൊരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാകണം. ഒരു മാസം എത്ര രൂപ ഇന്ന കാര്യത്തിന് ചിലവഴിക്കാം, ഇന്നതിന് എത്ര, ഓരോന്നിന് എത്ര, ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം.
സാധാരണ 500 രൂപ കറണ്ട് ചാർജ് വരുന്നു, അത് 600 ആയാൽ നാം ചിന്തിച്ചോളണം, ശ്രദ്ധിക്കണം. എവിടെയാണ് വന്നത്, എങ്ങനെ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും? എവിടെയെങ്കിലും അനാവശ്യമായി ലൈറ്റുകളോ ഫാനുകളോ അല്ലെങ്കിൽ വെള്ളമടിക്കുന്ന മോട്ടറോ അത് വർക്ക് ചെയ്യുന്നുണ്ടോ? എൻ്റെ പ്രിയരെ, വളരെ പ്രായോഗികമായ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. ഇല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ അതെല്ലാം ഓവർലോഡായി പോകും. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ട് പോലും നമുക്ക് കടക്കെണിയിലേക്ക് വീഴും. കടക്കെണി എന്നാണ് പറയുന്നത്, ഒരു വലിയ കെണിയാണ്, വലിയ കെണി. ആ കെണിയിൽ അകപ്പെട്ടു പോകാതെ ഇങ്ങനെ കാക്കണമെന്ന് നാം പ്രാർത്ഥിക്കണം. കെണിയിൽ അകപ്പെട്ടു പോയവരെ എത്രയും പെട്ടെന്ന് അതിൽ തന്നെ വിടുവിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പക്ഷി കെണി പൊട്ടി വഴുതിപ്പോന്ന പോലെ ഈ കടക്കെണിയിൽ നാം വഴുതിപ്പോരണം. ഇല്ലെങ്കിൽ സ്വസ്ഥത കിട്ടുകയില്ല, സമാധാനം കിട്ടുകയില്ല. മറ്റുള്ളവർ കടം വായ്പ തന്നവർ നമ്മെ വിളിക്കും, ശല്യം ചെയ്യും, ഭീഷണിപ്പെടുത്തും. അല്ലെങ്കിൽ പിന്നീട് ജപ്തിയായി പ്രോബ്ലംസായി അങ്ങനെ നമ്മൾ വലയേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കടബാധ്യതയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ നാഥ, കടബാധ്യതയിൽ വലഞ്ഞു പോയ വലയുന്ന പ്രിയമക്കളെ അവിടുന്ന് വിടുവിക്കണം കർത്താവേ. അവിടുത്തെ നീട്ടിയ കരം കൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും യേശുവിൻ്റെ നാമത്തിൽ കടബാധ്യതയിൽ ആ കെണിയിൽ അകപ്പെട്ടു പോയ സർവകല ജനത്തെയും നീ വഴക്കുകളെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയമക്കളെയും അവിടുന്ന് വിടുവിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മേൽ കടം. ഞാൻ ഭർത്താക്കന്മാരോട് പ്രത്യേകം പറയാം, നിങ്ങൾ കൂട്ടി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കൊണ്ട് വാരിക്കൂട്ടി നിങ്ങൾ കടന്നു പോയാൽ നിങ്ങളുടെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വലിയ കടബാധ്യത ഇട്ടിട്ട് ഇടവരരുത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ബഡ്ജറ്റ് വേണമെന്ന്. വരവിനനുസരിച്ച് വേണം നമ്മുടെ ചിലവുകൾ. മറ്റുള്ളവർ ചിലവഴിക്കുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ചിലവഴിക്കാൻ പറ്റുകയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ലൈഫിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ നോക്കാറില്ല. എൻ്റെ ബഡ്ജറ്റ്, എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ അതിനനുസരിച്ചാണ് കഴിഞ്ഞ എത്രയും വർഷങ്ങളായി ഒരു 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 നല്ല രീതിയിൽ, സമാധാനപൂർണ്ണമായ രീതിയിൽ കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപയാൽ നടന്നു പോകുന്നത്. ഇവിടെ ഈ പാവപ്പെട്ട ഭർത്താവ് പാവം ദൈവഭക്തനായിരുന്നു. ഒരുപക്ഷെ ദൈവവേലയ്ക്കെല്ലാം മുന്നോട്ട് പോയി തന്മൂലം വീട്ടിൽ പല ആവശ്യങ്ങൾ വന്നപ്പോൾ കടം വാങ്ങിച്ചതായിരിക്കാം. പക്ഷേ എങ്കിലും ഞാൻ പലരോടും പറയാറുണ്ട്, ദൈവം അതുപോലെ വിളിക്കാത്ത ആരും ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങരുത്. ആരെങ്കിലും നിർബന്ധിച്ചു എന്ന് പറയും നിങ്ങൾ ഇറങ്ങരുത്. ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുന്നവർക്ക് നേരിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ അടയാളങ്ങളോടുകൂടി നിങ്ങളെ ഇറക്കിയാൽ ഒരു ആവേശം കൊണ്ട് ഇറങ്ങരുത്. ഞാൻ പറയും, ഞാൻ 38 വർഷം കഴിഞ്ഞു ജോലിയോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു ശുശ്രൂഷയും മുടങ്ങിയിട്ടില്ല. എത്ര ദൂരെ വിളിച്ചാലും എനിക്ക് പോകാൻ അവസരം ദൈവം തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലർ വിചാരിക്കും ജോലിയോടുകൂടി ശുശ്രൂഷ ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന്. എല്ലാ ദിവസവും രാവിലെ 5:30 യൂട്യൂബിലൂടെ 10 മിനിറ്റ് 12 മിനിറ്റ് ഒരു മെസ്സേജ് ഞാൻ എന്നും വിടും. ഞങ്ങളുടെ യൂട്യൂബിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും നിരന്തരം ചെറിയ ചെറിയ സന്ദേശങ്ങൾ റീൽസായിട്ട് വിടാറുണ്ട്. എൻ്റെ പ്രിയ ഭാര്യ പാട്ടുകൾ പാടാറുണ്ട്, അതിൻ്റെ റീൽസുണ്ട്. ഞങ്ങൾ പ്രാർത്ഥന മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്, ധാരാളം മീറ്റിങ്ങുകൾ. ആഴ്ചയിൽ തന്നെ 2 മീറ്റിങ്ങുകൾ നടത്തും, 3 മീറ്റിങ്ങുകൾ. പ്രിയപ്പെട്ടവരെ, പല സ്ഥലങ്ങളിൽ വിളിച്ചാൽ മീറ്റിങ്ങുകൾക്ക് പോകും. ഔദ്യോഗികമായ ജോലിയുണ്ട്, കുടുംബത്തിൻ്റെ കാര്യങ്ങളുണ്ട്, മക്കളുടെ കാര്യമുണ്ട്. പക്ഷേ ഞാൻ ദൈവനാമത്വത്തിന് വേണ്ടി പറയാം, ഒരൊറ്റ ശുശ്രൂഷ പോലും മുടങ്ങാൻ ഇതുവരെ ഇട വന്നിട്ടില്ല. എന്തുകൊണ്ട്? നമുക്ക് ഒന്ന് ടൈം മാനേജിങ് വേണം, 2 കർത്താവിൻ്റെ ആ വേല കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ചെയ്യണം. വെറുതെ ആരെങ്കിലും ചെയ്തു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ചാടി ഇറങ്ങരുത്. നിങ്ങളെക്കുറിച്ച് ദൈവം അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഇറങ്ങാവൂ. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഒരിക്കലും എതിരല്ല കേട്ടോ. ഫുൾ ടൈം കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളെ ഞാൻ ആദരിക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരെ കർത്താവ് നിലനിർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവവിളി ഇല്ലാതെ ആരെങ്കിലും ചെയ്തത് കണ്ടിട്ട് ആവേശം കൊണ്ടോ ആരെങ്കിലും ജഡീകമായി നമ്മളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടോ ഞാൻ ഇറങ്ങരുത്. ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് വ്യക്തമായി പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് കിട്ടിയിട്ടേ ഇറങ്ങാവൂ. ഒരുപക്ഷെ പാവം ദൈവദാസൻ അന്ന് ദൈവഭക്തനായി ജീവിച്ച കാലത്ത് അദ്ദേഹം ബദ്ധപ്പാടുകൾ കൊണ്ട് ചില കടങ്ങളെല്ലാം വാങ്ങിക്കാണും. കടം വാങ്ങിയാൽ, പലിശയ്ക്ക് വാങ്ങിയാൽ പലിശ, പിന്നീട് പലിശയുടെ പലിശ, അങ്ങനെ വലിയ ബാധ്യതകൾ വരും. നമുക്കൊരു അസറ്റ് ഉണ്ടായിരിക്കണം. ആ അസറ്റിന് എഗൻസ്റ്റ് നമ്മൾ വായ്പ പോലും എടുക്കാവൂ. സ്തോത്രം. പോകട്ടെ, അത് ഇന്നത്തെ ഒരു വിഷയമല്ലല്ലോ, എങ്കിലും ഞാൻ പറയാം. ഇപ്പോൾ എന്താ സംഭവിച്ചത്? പാവം ആ ഭാര്യയുടെ ദുഃഖം, ഒന്ന് ഭർത്താവ് മരിച്ചുപോയി, ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ ആ പാവ സ്ത്രീ കഴിയുകയാണ്. ഇപ്പോൾ വേറൊരു ദുഃഖം, അവൾ പിന്നീടാണ് അറിഞ്ഞത് ഭർത്താവിന് വലിയൊരു കടബാധ്യതയുണ്ടായിരുന്നു.
ഒരിക്കലും ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ വലിയ കടബാധ്യത വരുത്തി വെച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ ഇടവരരുത്. നിങ്ങളും പ്രാർത്ഥിക്കണം, കർത്താവേ എല്ലാം ഒന്ന് നീക്കുപോക്ക് വരുത്തിയിട്ടേ കർത്താവേ ഞാൻ ആർക്കും ഒരു ഭാരമായി തീരാൻ ഇടവരാതെ കർത്താവെ എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ എനിക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കാം. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നമ്മുടെ ഗ്രഹകാര്യം എല്ലാം ക്രമത്തിലാക്കിയിട്ട് വേണം നാം നിത്യതയിലേക്ക് മാറ്റപ്പെടാൻ. അത് നമ്മുടെ ഒരു പ്രാർത്ഥനയാ വിഷയമാകട്ടെ. സ്തോത്രം. ഇപ്പോഴിതാ കടമുണ്ടെന്ന് മാത്രമല്ല, ഈ കടക്കാർ ശല്യം ചെയ്യുന്നു. മടുത്തു, പറഞ്ഞു മടുത്തു. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ടു പോകാൻ വന്നിരിക്കുന്നു. ആ സ്ത്രീയുടെ ജീവിതത്തിൽ അവൾക്ക് എങ്ങനെയാണ് ദൈവം സഹായം കൊടുത്തത്, അവളെ എങ്ങനെയാണ് വിടുവിച്ചത്, അവളുടെ ജീവിതത്തിൽ അസാധ്യമായിരുന്ന കടബാധ്യത എങ്ങനെ മാറി, അവളുടെ കുഞ്ഞുങ്ങളെ ഈ കടക്കാർ പിടിച്ചുകൊണ്ട് പോയോ, അവർക്ക് എന്ത് സംഭവിച്ചു, എന്താണ് നടന്നതെന്ന് നമുക്ക് അടുത്ത മെസ്സേജിൽ ചിന്തിക്കാം. ഇന്ന് സമയം തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയമകനെ, നീ കർത്താവിൻ്റെ ഒരു ഭക്തനായി ദൈവത്തിന് വേണ്ടിയും ദൈവവേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങി പുറപ്പെട്ടവനാണെങ്കിൽ, അഥവാ നിൻ്റെ ജീവിതത്തിൽ ചില കടബാധ്യതകളോ ചില ഞെരുക്കങ്ങളോ ചില പ്രതിസന്ധികളോ വന്നാലും അതിന് സ്വർഗത്തിൽ നിന്ന് പരിഹാരം തരുമെന്നുള്ള ആ ഒരു ദിവ്യ സന്ദേശം, ആ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ദൈവനാമത്തിലും ദൈവത്തിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുമാണ് നിങ്ങൾക്ക് കുറച്ച് കടം വന്നതെങ്കിൽ, കുറച്ച് ഞെരുക്കം വന്നതെങ്കിൽ, ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ കാര്യം സ്വർഗ്ഗം ഏറ്റെടുക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നാം ചിന്തിച്ചു വരുന്ന ഈ വിഷയം. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത മെസ്സേജിൽ ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സ്വർഗീയ നന്മകളാൽ അനുഗ്രഹിക്കട്ടെ, സാമ്പത്തികമായി വിടുതലുകൾ തന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ തന്ന് കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. എന്നാൽ അതിലുപരിയായി ആത്മീയമായ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും തന്ന് കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും സങ്കട വിഷയങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ ആരെയെങ്കിലും പ്രാർത്ഥന ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അടങ്ങിയിരിക്കരുത്, അലസമായിരിക്കരുത്. നിങ്ങളും പ്രാർത്ഥിക്കൂ. വലിയ അത്ഭുതം ദൈവം ചെയ്യും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വം.